GST ഇൻപുട്ട് ക്രെഡിറ്റ് ദുരുപയോഗം ചെയ്ത് കുറച്ച് പേർ പൈസ ഉണ്ടാക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ പോയാൽ പുതിയ ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ നല്ലൊരു ശതമാനം ഡിസ്കൗണ്ടിൽ കിട്ടുമെന്നുള്ളത്. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഈ iPhone 16 ഒക്കെ ഇറങ്ങിയ സമയത്ത് ഒരു 10,000 രൂപ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ. അതിനകത്ത് GSTയുടെ വൻ കളികൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതായത് ഈ ലാപ്ടോപ്പ്, ഐഫോൺ മുതലായ ഡിവൈസുകൾക്കെല്ലാം 18% GST റേറ്റ്. നമ്മളൊരു കടയിൽ നിന്ന് ഈ ഇലക്ട്രോണിക് ഡിവൈസസ് മേടിക്കുമ്പോൾ നമ്മൾ 18% GSTയും കൂടെ ചേർത്താണ് കൊടുക്കുന്നത്. സാധാരണക്കാരൻ ഒരാൾ ഇങ്ങനെ ഒരു ഡിവൈസ് മേടിക്കുമ്പോൾ ഈ 18% ഗവൺമെൻറ്റിന് കിട്ടും. ഇങ്ങനെ ഈ തട്ടിപ്പ് നടത്തുന്നവർ നിങ്ങൾക്കൊരു ഡമ്മി ബില്ല് തരികയും യഥാർത്ഥ ബില്ല് അവരുടെ തന്നെ വേറെ ഏതെങ്കിലും ഒരു ബിസിനസ്സിനായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. ഇതുവഴി 1,00,000 രൂപയുടെ ഒരു പ്രോഡക്റ്റിന് ഏകദേശം 18,000 രൂപയോളം അവർക്ക് മറ്റേ ബിസിനസ്സിന് GST ഇൻപുട്ട് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇതാണ് അവരുടെ ഒരു ലാഭം. രണ്ടാമത്തെ ഗുണം എന്നുള്ളത്, ഇവർ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ ക്രെഡിറ്റിനായിരിക്കും മേടിക്കുന്നത്. കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ലിക്വിഡ് ക്യാഷ് കിട്ടുമ്പോൾ അവർക്ക് റോൾ ചെയ്യാനുള്ള നല്ലൊരു എമൗണ്ട് വരികയും ചെയ്യും. അപ്പോൾ ഓർക്കുക, ഈ ഒരു ചെറിയ തുകയായ 5,000-ൻ്റെയോ 10,000-ൻ്റെയോ ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ വലിയൊരു തട്ടിപ്പിൻ്റെ പങ്കാളിയാവുകയാണ്.